ഇനി അറിയേണ്ടത് ഈ UDFിൻ്റെ മന്ത്രിസഭാ രൂപീകരണത്തിൽ ചെറു ഘടകകക്ഷികൾക്കടക്കം എന്ത് പരിഗണന കിട്ടുന്നത്? ഇത്തവണ മത്സരിച്ചതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും വിജയിപ്പിച്ചു എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിജയത്തിൻ്റെ പ്രത്യേകത. 2 മന്ത്രിമാർ ഇത്തവണ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മോൻസ് ജോസഫും അപ്പു ജോൺ ജോസഫും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. വകുപ്പുകളിലൊന്ന് കൃഷിയായിരിക്കണമെന്ന ആവശ്യവും പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജി ശ്രീജിത്താണ് നമുക്കൊപ്പം ചെയ്യുന്നത്. ശ്രീജിത്ത്, എത്ര കണ്ട് ഇവർക്ക് പ്രതീക്ഷിക്കാനാവും 2 സീറ്റ് 2 മന്ത്രിസ്ഥാനം എന്നത്? കാരണം കോൺഗ്രസിന് പോലും സീറ്റില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ 2 എണ്ണം കിട്ടുമെന്നത് ഒരു വാദഗതിയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അവരത് വലിയ സമ്മർദ്ദ ശക്തിയാക്കി മാറ്റുന്നുണ്ടോ ഈ ആവശ്യം? സജിത്ത്, 2 എണ്ണം കിട്ടണമെന്നതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു അവകാശവാദം. അതൊരു അവകാശവാദമായി അവർ ഉന്നയിച്ചു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരു കടുംപിടുത്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഒരു ധാരണയും, ഒരു മന്ത്രിസ്ഥാനം എന്നൊരു ധാരണയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഒരു ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം. ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് തോമസ് ഉണ്ണിയാടനെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ പരിഗണിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 2 മന്ത്രിസ്ഥാനം എന്ന നിലപാട്, അതിന് ഒരു അംഗീകാരം ലഭിച്ചാൽ മന്ത്രിസ്ഥാനം നൽകുക അപ്പു ജോൺ ജോസഫിനായിരിക്കും, PJ ജോസഫിന്റെ മകനായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച സാഹചര്യം തന്നെയാണ് പ്രധാനം. കോൺഗ്രസിൽ തന്നെ ഒരുപാട് ആളുകളെ ഒഴിവാക്കേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകും. മുതിർന്ന നേതാക്കളടക്കം ഒരുപക്ഷെ പട്ടികയിൽ ഇടം നേടാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അങ്ങനെ വരുമ്പോൾ ഘടകകക്ഷികളെ കൂടി എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുക, കൂടുതൽ സ്ഥാനങ്ങൾ നൽകി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ്. ഇവിടെ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ളവർക്ക് ഫുൾ ടൈം മന്ത്രിസ്ഥാനം തന്നെ നൽകും എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. VD സതീശനെ സംബന്ധിച്ച് ഒരു ടീം UDF എന്നാണ് അദ്ദേഹം എല്ലായിടത്തും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ കോൺഗ്രസിലെ ഇപ്പോഴുള്ള പല MLA-മാരും മറ്റു പല ഗ്രൂപ്പിലുള്ളവരാണ്. അതിനേക്കാൾ കൂടുതൽ സതീശനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നീക്കം നടത്തിയത് ഘടകകക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളെ പരമാവധി സ്ഥാനങ്ങൾ നൽകി ഒപ്പം നിർത്തുക എന്നൊരു തന്ത്രത്തിലേക്ക് സതീശൻ പോകാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് അതിനെത്ര പിന്തുണ ലഭിക്കും എന്നൊക്കെയുള്ളത് അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ തീരുമാനം ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിനപ്പുറത്തേക്ക് കോട്ടയത്ത് കാപ്പനും ഒരു പൂർണ്ണസമയ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് 2 എന്ന ആവശ്യം അവർ എത്രത്തോളം ആ കടുംപിടുത്തത്തിലേക്ക് പോകുമെന്നുള്ളത് സംശയം തന്നെയാണ്. സജിത്ത്, ശ്രീജിത്ത്, ഇതിൽ മാണി സി കാപ്പൻ്റെ അടക്കമുള്ള പരിഗണനകൾ അതുകൂടി പ്രസക്തമാണല്ലോ. കാരണം അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ പൂർണ്ണമായും UDFിൻ്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഇത്തവണയും തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന ഉറപ്പ് മുന്നണി നേതാക്കളൊക്കെ പങ്കുവച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാപ്പൻ ഈ വിഷയത്തിൽ നേതൃത്വമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമൊക്കെ UDF നേതാക്കളെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി കണ്ടിരുന്നു. കാപ്പൻ കേന്ദ്രങ്ങൾ എന്താണ് പറയുന്നത്? ഒരു മന്ത്രിസ്ഥാനം അവർ ഉറച്ചു പ്രതീക്ഷിക്കുകയാണോ? തീർച്ചയായും ഉറച്ച് പ്രതീക്ഷിക്കുന്നു സജിത്ത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഒരു മുഴുവൻ സമയ മന്ത്രിസ്ഥാനമല്ല, ഒരുപക്ഷെ ടേം എന്ന നിലയിൽ കൊടുത്തേക്കാം എന്നതാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കാപ്പന് അത് സംബന്ധിച്ചുള്ള ചില സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. വളരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കാപ്പനെയൊക്കെ VD സതീശൻ സ്വീകരിച്ചത്. കാപ്പന്റെ പ്രചരണത്തിനടക്കം രാമപുരത്ത് VD സതീശൻ എത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ കാപ്പന് മന്ത്രിസ്ഥാനം കൊടുക്കും, ആ നിലയിലുള്ള പ്രചരണമൊക്കെ പാലയിൽ തെരഞ്ഞെടുപ്പിലും നടത്തിയതാണ്. കാപ്പനെ അതുകൊണ്ട് പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിനുള്ളത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാഹചര്യം കൂടിയാണ് സതീശനെ സംബന്ധിച്ച് അതിന് പ്രേരിപ്പിക്കാൻ കാരണമാകുക. അതായത് ഘടകകക്ഷികളാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിലുള്ള MLA-മാരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ള പിന്തുണയാണ് സതീശന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ടീം UDF എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഓരോയിടത്തും എത്തി UDF നേതാക്കളെയൊക്കെ കാണുമ്പോൾ വിശേഷിപ്പിക്കുന്നത്. ആ നിലയിലൊരു ടീം UDFിന്റെ മന്ത്രിസഭ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഘടകകക്ഷികൾ ഒറ്റ അംഗങ്ങളെ ജയിച്ചിട്ടുള്ളെങ്കിൽ പോലും അവർക്കും പൂർണ്ണസമയ മന്ത്രിസ്ഥാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ കാപ്പന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ കോൺഗ്രസിൽ നിന്ന് എത്രത്തോളം ഉടക്കുണ്ടാകും
ആ സാധ്യതകളെ പരിക്കേൽപ്പിക്കുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇതൊരു അന്തിമമായ തീരുമാനമല്ല. പക്ഷേ ഈ പാർട്ടികൾക്ക് അത് സംബന്ധിച്ചുള്ള ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. ചെറു പാർട്ടികൾക്കടക്കം എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് മാണി സി കാപ്പന് ഇത്തവണ ഒരു പൂർണ്ണ ടൈം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം കേരള കോൺഗ്രസും 2 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലെ വീതം വെപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. കോൺഗ്രസും മുസ്ലിം ലീഗും പ്രധാന പോസ്റ്റുകളിലേക്കെല്ലാം വരും. മറ്റ് ചെറു പോസ്റ്റുകളിലേക്കാണ് മറ്റു പരിഗണനകൾ കിട്ടുക. കേരള കോൺഗ്രസ് ഒക്കെ ഇത്തവണ വലിയ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പരിഗണന നൽകേണ്ടി വരുമെന്ന സാഹചര്യം കൂടിയുണ്ട് മുന്നിൽ. സങ്കീർണമായ തീരുമാനങ്ങൾക്ക് UDF നേതൃത്വം കോൺഗ്രസ് ഉത്തരം കണ്ടെത്തണം 2 ദിവസത്തിനുള്ളിൽ. അതാണ് വെല്ലുവിളി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.